അതെ, ഞാനിന്ന് പോയത് ഒരു അൽപ്പാക്ക ഫാം വിസിറ്റ് ചെയ്യാനാണ്. ന്യൂസിലാൻഡിൽ മനുഷ്യരെക്കാൾ കൂടുതലുള്ളത് നാൽക്കാലി മൃഗങ്ങളാണ്. ഈ ചെമ്മരിയാടിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ് ഈ അൽപ്പാക്ക. നീണ്ട കഴുത്തും ദേഹം നിറയെ രോമവുമുള്ള ഈ അൽപ്പാക്ക ക്രോസ് ബ്രീഡ് ആണെന്ന് തോന്നുമെങ്കിലും ആളതൊന്നും അല്ല കേട്ടോ. ആള് ചില്ലറക്കാരനല്ല. പണ്ട് റോയൽറ്റി കൈവശം വെച്ചിരുന്ന ആനിമലാണ് അൽപ്പാക്ക. ഈ അൽപ്പാക്കയുടെ രോമം ട്രിം ചെയ്തിട്ട് വസ്ത്രങ്ങളും കമ്പിളിയും ഉണ്ടാക്കാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഞാനിവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടുത്തെ എല്ലാ അൽപ്പാക്കയുടെയും രോമം ഇവർ ട്രിം ചെയ്തിരുന്നു. അതുകൊണ്ട് രോമാവൃതമായ ഒരു അൽപ്പാക്കയെ കാണാൻ എനിക്ക് പറ്റിയില്ല. ഇവിടെ വരുന്നവരുടെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് ഈ അൽപ്പാക്കയെ ഫീഡ് ചെയ്യുക എന്നുള്ളത്. ഫീഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫുഡും ഇവർ പ്രൊവൈഡ് ചെയ്യും. ഫുഡ് നമ്മുടെ കയ്യിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അൽപ്പാക്ക ചുറ്റും കൂടും. പിന്നെ ഈ ഫുഡ് കഴിക്കാനുള്ളൊരു പരാക്രമണമാണ്. 5-6 ദിവസം പട്ടിണിക്കിട്ടിട്ടാണോ ഈ അൽപ്പാക്കയൊക്കെ ഓടി വരുന്നതെന്ന് തോന്നിപ്പോവും ഈ ആക്രാന്തം കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഫുഡ് തീർന്നു കഴിഞ്ഞാൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. ഇനി ന്യൂസിലാൻഡിൽ വന്നിട്ട് അൽപ്പാക്കയെ കണ്ടില്ല എന്നൊരു പരാതി വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിസിറ്റ്.